ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. ഇത് എൻ്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ് വിത്ത് മൈ വോയിസ് ഓവർ. ഇന്ന് നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ വീഡിയോ ഈസ് നോട്ട് റിലേറ്റഡ് ടു മേക്കിംഗ് എ ക്രാഫ്റ്റ്. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനൊരു പ്ലാൻ നഴ്സറിയുടെ ഉള്ളിലെ കാഴ്ചകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ പ്ലാൻ നഴ്സറിയിൽ ആക്ച്വലി ഞാൻ നമ്മുടെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് റെഡ് റോസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ മറ്റ് പല ക്രാഫ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ പൂക്കളുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഫ്ലവേഴ്സ് മേടിക്കാനായിട്ട് കയറിയതായിരുന്നു ഈ നഴ്സറിയിലോട്ട്. പക്ഷേ ഇവിടെ കയറിയപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറച്ചു. അപ്പോൾ ഞാൻ കരുതി എന്നെപ്പോലെ ഈ പ്ലാന്റ്സിനോടും ഫ്ലവേഴ്സിനോടും ഒക്കെ ഇഷ്ടമുള്ള വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഒരു ഫീസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ കാഴ്ചകളൊക്കെ എൻ്റെ ക്യാമറയിൽ പകർത്തി ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നഴ്സറിക്കകത്തോട്ട് കയറുമ്പോൾ നമുക്കൊരു വേറെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് പ്ലേസിലേക്ക് വന്നൊരു ഫീലാണ് കിട്ടുക. പച്ചപ്പ് നമ്മുടെ മനസ്സിനെ എപ്പോഴും കുളിർമ നൽകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. എനിക്ക് ബേസിക്കലി പ്ലാന്റ്സിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യണമാണോ അതൊരു ജനറിക് ഫീലാണോ അതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എപ്പോഴും നമ്മൾ ഈ ജ്വല്ലറീസും ഡ്രസ്സും വാങ്ങാൻ ഷോപ്പിങ്ങിന് പോകുന്നത് പോലെ തന്നെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ പ്ലാന്റ് നഴ്സറീസിൽ പോവുക. എനിക്ക് പല പ്ലാന്റ്സിൻ്റെയും പേരറിയില്ല, എങ്കിൽ പോലും അത് പോയിട്ട് കാണാനും വളരെ കുറച്ചെണ്ണ മേടിച്ച് വരാറുള്ളൂ തിരിച്ച്. എങ്കിൽ പോലും അതൊക്കെ ഒന്ന് പോയി കാണാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. നമ്മുടെ വീടുകളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വെളിയിൽ മുറ്റമില്ല, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ വീടുകളുടെ ഉള്ളിൽ ബേസിക് ആയിട്ടുള്ള ഒരുപാട് മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത ഒരു 2-3 പ്ലാന്റ്സ് ഒക്കെ വെച്ച് നോക്കൂ. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ വേറൊരു ഫീൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇറ്റ് ഗിവ്സ് എ പോസിറ്റീവ് എനർജി ആൻഡ് ദി ഫേസ് ഓഫ് ദ ഹൗസ് തന്നെ മാറാൻ അത് സഹായിക്കുന്നതായിരിക്കും ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എല്ലാവരും കരുതും പ്ലാന്റ്സ് ഇത് ഭയങ്കര മെയിൻ്റനൻസ് ആണെന്നൊക്കെ. ലോ മെയിൻ്റനൻസ് ഉള്ള പല പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ ചുറ്റും. അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. ഇവിടെ ഈ ഷോപ്പിൽ ഇൻഡോർ കളക്ഷൻ ആയിക്കോട്ടെ ഔട്ട്ഡോർ കളക്ഷൻ ആയിക്കോട്ടെ വളരെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇവരുടെ സ്പെഷ്യാലിറ്റിയാണ് എക്സോട്ടിക് പ്ലാന്റ്സ്. പല പ്ലാന്റ്സും നമുക്ക് മറ്റ് പല കടകളിലും കാണാൻ പറ്റാത്ത അത്ര വെറൈറ്റി ഓഫ് എക്സോട്ടിക് കളക്ഷൻസ് ഇവരുടെ അടുത്ത് ഉണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. പോട്ട്സിൻ്റെയും അതല്ലാതെ പ്ലാന്റ്സും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളത് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പോലും അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ മേടിച്ച് പോവുകയും ചെയ്യും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവർക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബൊക്കേസ് സെറ്റ് ചെയ്ത് അവർ തരുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സൈസും ഒക്കെ സെറ്റ് ചെയ്ത് ബൊക്കേസ് അവർ സെറ്റ് ചെയ്ത് തരും. പിന്നുള്ളത് അവരിതുപോലെ പോട്ട്സിലും അവർ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്മൾ പറയുന്ന ഫ്ലവേഴ്സൊക്കെ പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നോർമലി നമ്മൾ ഓഫീസസിലും അല്ലാതെ വീടുകളിലൊക്കെ കാണുന്നത് പോലെ ടെറാറിയം സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ സെറ്റിങ്സും അവർ ചെയ്തു തരുന്നതാണ് അവിടെ. ഞാൻ പലപ്പോഴും ഈ ഷോപ്പിൽ പോകുന്നത് ഇവരുടെ ഓർക്കിഡ് വെറൈറ്റീസ് കാണാനാണ് കേട്ടോ. നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ് ഇവിടെ കാണാൻ പറ്റും. ഷെയ്ഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സൈസ് ഓഫ് ദി ഓർക്കിഡ്സ്, ചെറിയ സൈസുള്ള ഓർക്കിഡ്സ് മുതൽ വളരെ വലിയ സൈസുള്ള ഓർക്കിഡ്സ് വരെ ഇവിടെ ഉണ്ട്. സ്ട്രൈപ്ഡ് ഓർക്കിഡ്സ്, അതുപോലെ ഡോട്ട്സ് ഉള്ളത് ആൻഡ് ബ്രൈറ്റ് കളേഴ്സ്. ഓർക്കിഡ്സ് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി. അതോ ഇനിയിപ്പോൾ എനിക്ക് ഓർക്കിഡ്സിനോട് വളരെ ഇഷ്ടമുള്ളത് കൊണ്ട് എൻ്റെ കണ്ണ് എപ്പോഴും ഓർക്കിഡ്സിലോട്ട് പോകുന്നതാണോ എന്നറിയില്ല. ഇവരുടെ പൂക്കളും ചെടികളും പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് പോട്ട്സും പ്ലാന്റേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാനും പറയാനും ഉള്ളത്. ഇവിടെ നിന്ന് മേടിച്ച റെഡ് റോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വാലന്റൈൻസ് ഡേയുടെ ക്രാഫ്റ്റിൻ്റെ പിക്ചർ ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഷോർട്സിൽ പോയിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും